Thank you, Lord Jesus. Hallelujah. Praise Jesus. Hallelujah. Oh, shall come up. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്തൃപാദപീഠത്തിൽ നമുക്കായിരിക്കാൻ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പകലിലും ദൈവമായ കർത്താവ് കാലുകല്ലിൽ തട്ടാതെ കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ. ഹല്ലേലൂയ. രാത്രി നന്ദിയോടെ ആമേൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോടെ, ആരാധനയോടെ, സ്തുതിയോടെ ആമേൻ ഇന്ന് രാത്രി ആമേൻ ദൈവ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ എല്ലാ ഉള്ളങ്ങളിലും പരിവർത്തിപ്പാനിടയാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇതിൽ പരം ഭാഗ്യം വേറൊന്നുമില്ല ഉലകത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും ആമേൻ സ്നേഹപൂർവമായ സ്വാഗതം. ആമേൻ. ഈ രാത്രി ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു വചനമുണ്ട്. ആമേൻ. നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു നിമിഷം എല്ലാ തിരക്കുകളും മാറ്റിവെക്കൂ. ആമേൻ. കുടുംബത്തോടൊപ്പം ആമേൻ ഇരിക്കൂ. ബൈബിൾ തുറക്കൂ, ഹൃദയം തുറക്കൂ. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും അവനിൽ ഉറപ്പ് പ്രാപിക്കുവാനും നിത്യജീവനിൽ വളരുവാൻ, നിത്യജീവന്റെ പ്രത്യാശയിൽ വളരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പാട്ട് പാടുമ്പോൾ ആമേൻ അതേ സംഗീതം മാത്രം ആമേൻ ആസ്വദിക്കുവാനായിട്ടിരിക്കരുത്. ആമേൻ. നിങ്ങളുടെ ഹൃദയം യേശുവിന് തുറന്നു കൊടുക്കൂ. ഹല്ലേലൂയ. സ്തെഫാനോസിനെ ശക്തിപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവ് ഇന്നും ഹല്ലേലൂയ അതേ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഈ ആരാധനയിൽ നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, എൻ കണ്ണുകൾ അങ്ങയിലേക്ക് ഉയരും. ഹല്ലേലൂയ. ഇരുളിലും വെളിച്ചമായി അങ്ങ് വഴി നടത്തും. കല്ലുകൾ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കൂടെ നടക്കുന്ന കർത്താവേ കൈവിടുകയില്ല. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ രൂപം എന്നിൽ തെളിയണമേ. എൻ ജീവിതം അങ്ങേക്കായി, എൻ ഹൃദയം അങ്ങേക്കായി, എൻ ശ്വാസം അങ്ങേക്കായി, എൻ നാളുകൾ അങ്ങേക്കായി. കുരിശിൽ സ്നേഹം മതി എന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ ആത്മാർത്ഥതയോടെ ആമേൻ കർത്താവിനോട് പറയും, ഹല്ലേലൂയ. ആമേൻ. എന്നെ ജീവിപ്പാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആമേൻ മതി എന്നെ നടത്താൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, നീ എൻ ജീവൻ. ഹല്ലേലൂയ. നീ എൻ നിത്യ പ്രത്യാശ. ഇന്ന് രാത്രി പ്രത്യാശയുള്ളവർ കണ്ണുകളെ അടച്ചാട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെ ഈ പകൽ നടത്തിയ വിധങ്ങൾക്കൊത്തവണ്ണം നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിപ്പാൻ, അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ ആമേൻ കൂടി വന്നിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാനടിയനെ ശക്തീകരിക്കണം. ജനത്തെ അവിടുന്ന് ഒരുക്കണം. മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
ഓ നന്ദി കർത്താവേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ യേശുവേ, എൻ കണ്ണുകൾ അങ്ങയിലേക്കുയരും. ഇരുളിലും വെളിച്ചമായി അങ്ങ് വഴി നടത്തും. കല്ലുകൾ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കൂടെ നടക്കുന്ന കർത്താവേ, കൈവിടുകയില്ല. ഹൃദയം അങ്ങേക്കായി, എൻ ശ്വാസം അങ്ങേക്കായി, എൻ നാളുകൾ അങ്ങേക്കായി. കുരിശിൻ സ്നേഹം മതി എന്നെ ജീവിപ്പാൻ. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് മതി എന്നെ നടത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, നീയേ എൻ ജീവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നീയേ എൻ നിത്യപ്രത്യാശ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇന്ന് രാത്രി ആമേൻ കർത്തൃപാദപീഠത്തിൽ ആമേൻ ആയിരിക്കുന്നതിൽ. ഹല്ലേലൂയ. സ്നേഹതീര പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 10/7/2026 വെള്ളിയാഴ്ച രാത്രി 191 ദിവസം. ആമേൻ. നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ അമ്മ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്നെണ്ണി എന്നെയും കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ വേദവചനം വായിച്ച് അവൻ ചിന്തകൾ പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ കാത്തിരിക്കുന്നവരുടെ മേൽ ആമേൻ പകരപ്പെടുന്ന ആത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് ആമേൻ ദേശത്തിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്,
മഹിമ കണ്ട സാക്ഷിയായി പോകുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ കാലുകളെ മാൻപേടയ്ക്ക് തുല്യ കാലുകളാക്കി മാറ്റി ആമേൻ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം അതേ മതിയായവനാണ്. ഹല്ലേലൂയ. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. ഹല്ലേലൂയ. കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറച്ചതുപോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിച്ചതുപോലെ ഇന്ന് പകൽ വഹിച്ചെങ്കിൽ മറച്ചെങ്കിൽ മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി കാത്തിരിക്കുന്നവര് പ്രശ്നങ്ങള് മീതെ ഉയരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഉയരത്തിലെ ആ ആമേൻ അഭിഷേകം വിശ്വസിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആമേൻ പകരുവാൻ തക്കവണ്ണം ഇടയാകും. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്ക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ, നമുക്ക് സന്തോഷിക്കുവാൻ ആമേൻ പറ്റുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയാണ്, കർത്താവിൻ്റെ പാദപീഠമാണ്. ഇന്ന് രാത്രി ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, ഏത് വിഷയമാണ് നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തെ ആമേൻ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥനയോടെ കൊതിയോടെ വാഞ്ചയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറപ്പാൻ തക്കവണ്ണം ആമേൻ ഇടയാകും. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ആമേൻ അതേ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ആമേൻ 7-ാം അധ്യായം അതിൻ്റെ 54 മുതൽ 60 വരെയുള്ള വേദഭാഗമാണ് ആമേൻ പരിശുദ്ധാത്മാവിനാൽ അതേ ചിന്തിപ്പാനായി നാം പോകുന്നത്. ഹല്ലേലൂയ. സ്വർഗം തുറന്നപ്പോൾ യേശുവിനെ കണ്ട മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ സ്വർഗം തുറന്നപ്പോൾ യേശുവിനെ കണ്ട ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം 7-ാം അധ്യായം അതിന്റെ 54 മുതൽ 60 വരെ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി. ആമേൻ. കഴിഞ്ഞ രാത്രി ഹല്ലേലൂയ ആമേൻ കോപമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി നാം വായിച്ചു കേട്ടത് ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവന്റെ നേരെ പല്ല് കടിച്ചു. ആമേൻ. പല്ല് കടിച്ചോണ്ട് ആമേൻ ആരുടെ നേരെ? അഭിഷേകമുള്ളവന്റെ നേരെ. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവന്റെ നേരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ അഭിഷേകമുള്ള നിന്റെ നേരെ, ദൈവകൃപയുള്ള നിന്റെ നേരെ, വിശ്വസ്തയോടെ ജീവിക്കുന്ന നിന്റെ നേരെ പല്ല് കടിച്ചോണ്ട് വരുന്നവരുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. കോപം പൂണ്ട് വരുന്നവരുണ്ടോ? വായിച്ചാട്ടെ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. നോക്കണം, പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ മനുഷ്യൻ പ്രതികൂലത്തെ അല്ല നോക്കുന്നത്, പ്രതിസന്ധി അല്ല നോക്കുന്നത്, വെല്ലുവിളി അല്ല നോക്കുന്നത്. അവൻ പിന്നെ എവിടേക്കാ നോക്കുന്നത്? ഉയരത്തിലേക്കാ. ഇന്ന് രാത്രി ചില പ്രതികൂലങ്ങൾ നിന്റെ ചുറ്റുപാടും ഉണ്ടായേക്കാം. അവൻ നീ അത് നോക്കിയാൽ നിനക്ക് അവൻ ഉയരുവാൻ പറ്റത്തില്ല, നീ മുങ്ങുവാൻ തക്കവണ്ണം ഇടയാകും. അവൻ ഇന്ന് രാത്രി അവൻ എത്ര പ്രതികൂലത്തിന്റെ നടുവിലായാലും നീ ഉയരത്തിലേക്ക് നോക്കാമെങ്കിൽ അവൻ നിന്റെ മുഖം പ്രകാശിതമാകുവാൻ തക്കവണ്ണം ഇടയാകും. വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി. ഇന്ന് രാത്രി അവൻ നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിങ്കലേക്ക് ഒന്ന് നോക്കുവാൻ അവൻ ഇടയായാൽ, ഒന്ന് തയ്യാറായാൽ അവൻ നിന്റെ മുഖം പ്രകാശമാകും, നിന്റെ മുഖത്തെ ആ വിഷാദം മാറും. ഹല്ലേലൂയ. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തുകൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ സ്വർഗത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം
ശൗൽ എന്ന പേരുള്ള ഒരു ബാലക്കാരന്റെ കാൽക്കൽ വെച്ചു. ആമേൻ. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. ആമേൻ. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാവം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശാന്തമായി പിന്നീട് ആ വചനം ആമേൻ എടുത്ത് വായിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ആമേൻ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഈ വചനത്തിലൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ ആമേൻ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ആമേൻ ക്രിസ്തീയ വന്ദനം. ആമേൻ. ഈ രാത്രിയിൽ നിങ്ങൾ ഈ ലൈവിൽ പങ്കുചേർന്നിരിക്കുന്നത് യാദർശികമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് ജീവിതത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി? ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കാം, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലായിരിക്കാം, ജീവിതത്തിൽ അനേക ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകളെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ കാരണമുണ്ട്. യേശുവിനെ കാണുന്ന ജീവിതം ഒരിക്കലും ആമേൻ പ്രത്യാശ നഷ്ടപ്പെടുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തെഫാനോസ് എന്തുകൊണ്ട് ആമേൻ ജീവിതത്തിൽ വ്യത്യസ്തനായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ വെച്ച് ഒരു വ്യത്യസ്തനായി ജീവിപ്പാൻ സ്തെഫാനോസിന് കഴിഞ്ഞത് എന്തുകൊണ്ടാ? പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. ഹല്ലേലൂയ. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാക്ഷ്യങ്ങളിൽ ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയുടെ ആമേൻ ഈ ലോക ശുശ്രൂഷയ്ക്ക് ആമേൻ ദൈവം ആമേൻ അഭിഷേകം ചെയ്ത ദൈവം തെരഞ്ഞെടുത്ത ആമേൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ ആമേൻ എന്തുകൊണ്ട് വ്യത്യസ്തനായി ജീവിച്ച ആമേൻ സ്തെഫാനോസ് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഹല്ലേലൂയ. സ്തെഫാനോസ് ഒരു വലിയ ആമേൻ അതേ സ്ഥാനത്ത് ഇരുന്ന ആളല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവന്റെ ജീവിതം മുഴുവൻ അതേ ക്രിസ്തുവിനു വേണ്ടി ആമേൻ അവൻ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ ആമേൻ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്നവനായിരുന്നു. അവൻ പ്രസംഗിച്ചപ്പോൾ മനുഷ്യർ വചനമല്ല കേട്ടത്, പിന്നെയോ ദൈവത്തിന്റെ ശബ്ദമാണ് കേട്ടത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ഈ മീഡിയയിലൂടെ ആമേൻ ഞാൻ എൻ്റെ ശബ്ദം ഉപയോഗിച്ച് വചനം പ്രസംഗിക്കുമ്പോൾ അത് റീമയായി വെളിപ്പെടുമെങ്കിൽ ആമേൻ അത് കേൾക്കുന്ന നിങ്ങളിൽ ദൈവം ആമേൻ ആരെന്ന് വെളിപ്പെടും. ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാകും. അപ്രകാരമാണ് ആമേൻ സ്തെഫാനോസ് ആമേൻ പ്രസംഗിച്ചപ്പോൾ മനുഷ്യർ ആമേൻ വെറും വചനം ആമേൻ അല്ല കേട്ടത്, ദൈവത്തിന്റെ ശബ്ദമാണ് കേട്ടത്. അവൻ ജീവിച്ചപ്പോൾ മനുഷ്യർ ഒരു വ്യക്തിയെ മാത്രമല്ല കണ്ടത്, ക്രിസ്തുവിന്റെ സ്വഭാവമാണ് കണ്ടത്. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ആളുകൾ നമ്മയല്ല യേശുവിനെ കാണണം. ഇന്ന് രാത്രി പ്രസംഗം കൊള്ളാം എന്ന് പറഞ്ഞ് കൈയടിക്കുന്നതിനേക്കാൾ ഉപരി ആമേൻ പ്രസംഗം കേൾക്കുന്ന നിങ്ങളിൽ യേശു ആമേൻ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആളുകൾ നമ്മയല്ല യേശുവിനെ കാണണം. സത്യം കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കില്ല. വചനം പറയുന്നു സ്തെഫാനോസിന്റെ സന്ദേശം കേട്ടപ്പോൾ അവർ കോപത്തോടെ നിറഞ്ഞു. ഹല്ലേലൂയ. കോപത്തോടെ നിറഞ്ഞു. എന്തുകൊണ്ട്? കാരണം സത്യം ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ രണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാകും. ഒന്ന് മാനസാന്തരം, രണ്ട് എതിർപ്പ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നും യേശുവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ ചിലർ ഹൃദയം തുറക്കുന്നു, ചിലർ ഹൃദയം അടയ്ക്കുന്നു. ഇന്ന് രാത്രിയിലും ആമേൻ ഇത് സംഭവിക്കുകയാണ്. ആമേൻ വചനം കേൾക്കുമ്പോൾ ചിലരുടെ ഹൃദയം തുറക്കപ്പെടും. ആമേൻ ചിലർ മാനസാന്തരപ്പെടും, ചിലർ സൗഖ്യമാകും, ചിലർ ആമേൻ ആത്മാവിനെ പ്രാപിക്കും, ചിലർ കൃപാവരങ്ങൾ പ്രാപിക്കും. ആമേൻ മറുഭാഗത്ത് ഇത് കേൾക്കുമ്പോൾ ഹൃദയം ആമേൻ അടയ്ക്കപ്പെടുന്നത് കൊണ്ട് അവരുടെ അകത്ത് ആമേൻ അതേ കോപമുണ്ടാകും, ആമേൻ അഹങ്കാരമുണ്ടാകും, അനുസരണക്കേടിൽ അവർ നടക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഹല്ലേലൂയ, ആമേൻ. സത്യം മാറുന്നില്ല കേട്ടോ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യൻ വചനം പറയുന്നു. ഹല്ലേലൂയ. സ്തെഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇതാണ് അവന്റെ ശക്തിയുടെ രഹസ്യം. ആമേൻ. അവന്റെ വിദ്യാഭ്യാസമല്ല, അവന്റെ കഴിവല്ല, അവന്റെ പ്രസംഗ ശൈലിയല്ല, പരിശുദ്ധാത്മാവാണ് ആമേൻ അവനെ നയിക്കുന്നത്. ആമേൻ അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അവന്റെ ജീവിതത്തെ മുമ്പോട്ട് നയിച്ചത് പരിശുദ്ധാത്മാവായതുകൊണ്ട് പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും അവൻ പതറിപ്പോയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടത് ഇതാണ്, നമ്മുടെ സഭകൾക്ക് വേണ്ടത് ഇതാണ്, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടത് ഇതാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കോ? പ്രതികൂലത്തിന്റെ നടുവിലോ, പ്രതിസന്ധിയുടെ നടുവിലോ, വെല്ലുവിളിയുടെ നടുവിലോ പതറാതെ തളരാതെ മുമ്പോട്ട് പോകുവാൻ ഭക്തനെ ശക്തീകരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് വേണമപ്പാ, എന്റെ തലമുറയ്ക്ക് വേണമപ്പാ, എന്റെ സഭയ്ക്ക് വേണമപ്പാ. ഇന്ന് രാത്രി എത്ര പേർ കർത്താവിനോട് ആവശ്യപ്പെടും? പണത്തെക്കാൾ ഉപരി, ആമേൻ, ഭൗതിക നന്മകളെക്കാൾ ഉപരി എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ആത്മാവിന്റെ പരിജ്ഞാനത്തിൽ എനിക്ക് ജീവിക്കണം. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരു ജീവിതത്തിനുടമയാകാൻ ഇന്ന് രാത്രി എന്നെ ഇതാ സമർപ്പിക്കും. ഹല്ലേലൂയ. എന്റെ വാക്കുകളിലൂടെ, എന്റെ പ്രസംഗത്തിലൂടെ, എന്റെ ശബ്ദത്തിലൂടെ, എന്റെ നിഴലിലൂടെ ആമേൻ യേശു വെളിപ്പെടണം, യേശുവിനെ കാണണം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടത് ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സഭകൾക്ക് വേണ്ടത് ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം. സ്വർഗത്തിലേക്ക് നോക്കിയ മനുഷ്യൻ, ആമേൻ, ശ്രദ്ധിക്കണമേ, ഭൂമിയിൽ കല്ലുകൾ ആമേൻ ഉയരുകയാണ്. സ്തോത്രം. ആത്മാവിന്റെ നിറവോടെ, ആത്മാവിന്റെ ശക്തിയോടെ ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ നേരെ കല്ലുകൾ ആമേൻ അതെ ഉയരുകയാണ്. സ്തോത്രം. മനുഷ്യർ കൊല്ലാൻ തയ്യാറാകുന്നു. എന്നാൽ സ്തെഫാനോസ് ആമേൻ താഴേക്ക് നോക്കിയില്ല, അവൻ മുകളിലേക്ക് നോക്കി. പ്രിയരെ, ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് താഴേക്ക് മാത്രം നോക്കാൻ തോന്നും. ഹല്ലേലൂയ. താഴേക്ക് നോക്കിയാൽ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? സ്തെഫാനോസ് താഴേക്ക് നോക്കിയാൽ കാണുവാൻ കഴിയുന്നത് ആമേൻ ചുറ്റും നിൽക്കുന്നവർ കല്ലെടുത്തെറിയ, ആമേൻ, ആ കല്ല് മേപ്പോട്ട് ഉയർന്നു വന്ന് തന്റെ മേൽ വീഴുന്നു. ഹല്ലേലൂയ. എന്നാൽ താൻ ആ സാഹചര്യങ്ങളൊന്നും നോക്കാതെ, ചുറ്റുപാടും നിൽക്കുന്നവരെ നോക്കാതെ ആമേൻ അതേ സ്വർഗത്തിലേക്ക് നോക്കുകയാണ്, ഉയരത്തിലേക്ക് നോക്കുകയാണ്. പ്രിയരെ, സ്തെഫാനോസിന്റെ ചുറ്റും പ്രശ്നങ്ങളാണ്. ഇന്ന് രാത്രി പ്രശ്നങ്ങളിലേക്ക്, കടങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, നിരാശയിലേക്ക് പലപ്പോഴും നാം നോക്കുന്നത് കൊണ്ട് ആമേൻ ദൈവമുഖം കാണുവാൻ കഴിയുന്നില്ല, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നാമും
താഴേക്ക് മാത്രം നോക്കാൻ ആമേൻ തയ്യാറാകുന്നു. നാം താഴേക്ക് നോക്കുമ്പോൾ അത് പ്രശ്നങ്ങളുടെ കൂമ്പാരമാ, ആമേൻ, കടങ്ങളാണ്, രോഗങ്ങളാണ്, നിരാശയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, മുകളിലേക്ക് നോക്കുക. കാരണം നമ്മുടെ സഹായം മനുഷ്യരിൽ നിന്നല്ല, ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. അതുകൊണ്ടാ ഭക്തൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഇന്ന് രാത്രി പ്രശ്നങ്ങളെ നോക്കാതെ, പ്രതികൂലങ്ങളെ നോക്കാതെ, പ്രതിസന്ധിയെ നോക്കാതെ നീ ഉയരങ്ങളിലേക്ക് നോക്കാമെങ്കിൽ, ആമേൻ, സ്തെഫാനോസ് കണ്ടതുപോലെ ആ ദൈവ മുഖം കാണുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവ കൃപ പ്രാപിപ്പാൻ ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കണ്ണുകളെ ഒന്ന് മുകളിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ. കണ്ണുകളൊന്ന് തുറക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ നിന്നാണ് സഹായം വരുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കാണുന്ന ജീവിതം. ഹല്ലേലൂയ. പ്രിയരെ, സ്തെഫാനോസ് കണ്ടത് ഒരു ദർശനം മാത്രമല്ല, അവൻ യേശുവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്രിസ്തുവിനെ കാണുന്ന ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് കരകയറും. ക്രിസ്തുവിനെ അറിയുന്ന ഹൃദയം, ഹല്ലേലൂയ, ആ ഭയത്തെ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആത്മാവ് ലോകത്തെക്കാൾ സ്വർഗത്തെ തിരഞ്ഞെടുക്കും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ, ആമേൻ, എവിടെയാണ്? ഹല്ലേലൂയ. ലോകത്തിലാണോ? പ്രശ്നങ്ങളിലാണോ? അതോ യേശുവിലാണോ? ഈ രാത്രി നമുക്ക് ഹൃദയത്തോട് ഒന്ന് പറയുവാൻ സാധിക്കുമോ? ആ ചങ്കത്ത് കൈവച്ച് പറയുവാൻ സാധിക്കുമോ? കർത്താവേ, എൻ്റെ കണ്ണുകൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു കൂടുതൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രിയരേ, സ്വർഗം തുറന്നപ്പോൾ സ്തെഫാനോസ് കണ്ടത്, ആമേൻ, യേശുവിനെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 55, 56 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 55, 56 വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ, ആമേൻ, സ്വർഗം തുറന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനപ്പെട്ടപ്പോൾ, ആമേൻ, സ്വർഗം തുറന്നു. ആത്മാവ് പ്രാവുന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, വചനം പറയുന്നു, സ്തെഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ആമേൻ. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ ഭൂമിയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ഉയർത്തുന്നു. നമ്മുടെ കണ്ണുകൾ സാഹചര്യങ്ങളിൽ മാത്രം പതിഞ്ഞാൽ ഭയം വളരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ.
ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ കണ്ണുകളിൽ സാഹചര്യങ്ങളെ മാത്രം പതിഞ്ഞാൽ അതേ ഭയം വളരും. ഇന്ന് രാത്രി ആമേൻ ചില സാഹചര്യങ്ങളെ നോക്കി ഭയത്തോടിരിക്കുന്നവരുടെ ആമേൻ അതേ കണ്ണുകളെ ഇന്ന് രാത്രി സ്വർഗം തിരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും ചുറ്റുപാടിനെ നോക്കി, നാളെയെ നോക്കി, ആമേൻ തലമുറകളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി ഭയപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളുടെ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ തിരിച്ച് ആമേൻ ആ പ്രതികൂലത്തിന്റെ നടുവിലും ആ പ്രതിസന്ധിയുടെ നടുവിലും ഉയരങ്ങളിലേക്ക് നോക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ തിരിക്കുവാൻ പോകുകയാണ്. ആർക്കാണ് തിരിയുവാൻ കഴിയുന്നത്? ദൈവ ശബ്ദം കേൾക്കുന്നവർക്കാണ്, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകുന്നവർക്കാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കണ്ണുകളിൽ യേശുവിൽ പതിഞ്ഞാൽ വിശ്വാസം വളരും, വിശ്വാസം വളരും. ആമേൻ. ഒന്നാമനായ പത്രോസ് ആമേൻ ഹല്ലേലൂയ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയരെ, യേശു വെള്ളത്തിന്റെ മീതെ നടന്നത് അത്ഭുതമല്ല. കാരണം എന്താ? യേശു ആമേൻ സകലത്തിന്മേലും അധികാരമുള്ളവനാ. എന്നാൽ പത്രോസ് ആമേൻ ഒരു സാധാ മനുഷ്യൻ. ആമേൻ ഹല്ലേലൂയ. അവൻ വെള്ളത്തിന്റെ മീതെ നടന്നതാണ് അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണമേ, യേശുവിനെ നോക്കിയപ്പോൾ യേശുവിനോട് അടുത്ത് ചെല്ലുവാൻ വിശ്വാസത്തോടെ ആ വെള്ളത്തിന്റെ മീതെ ചവിട്ടി നടക്കുവാൻ കഴിഞ്ഞെന്ന്. ഹല്ലേലൂയ. ഇതാണ് അത്ഭുതം. ആമേൻ. പലരും മുങ്ങിപ്പോയ വെള്ളത്തിന് മീതെ പത്രോസ് മീൻ പിടിക്കുവാൻ പലപ്പോഴും പടകുമായി കടലിൽ പോയിട്ടുള്ളതാ. ഒരിക്കലും വെള്ളത്തിന്റെ മീതെ നടക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതാ പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യേശുവിനെ വിശ്വസിച്ച ആമേൻ ഇന്നലെ മുങ്ങിപ്പോയ വെള്ളത്തിന്റെ മീതെ പത്രോസ് ആമേൻ കാല് വെച്ചപ്പോൾ താണു വീഴ് പോകാതെ ആമേൻ നടക്കുവാൻ തക്കവണ്ണം ആമേൻ ഇടയായെന്ന്. ഇതാ അത്ഭുതം. ഇന്ന് രാത്രി ഇന്നലകളിൽ നീ കാല് വെച്ചെടുത്ത് ആമേൻ നീ താണുപോയി. ആമേൻ ഇന്നലകളിൽ ആമേൻ അതേ കൂടെ ആയിരുന്നവൻ കണ്ട് ആശ്ചര്യക്കത്തക്ക വിധത്തിൽ ഒന്നും നിന്നിലൂടെ സംഭവിച്ചില്ല. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ നീ കർത്താവിങ്കലേക്ക് തിരിയാമെങ്കിൽ, കർത്താവിങ്കലേക്ക് നോക്കാമെങ്കിൽ, നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുന്നുവെങ്കിൽ ആമേൻ ചില മേഖലകളിൽ ആമേൻ നീ കാല് വെച്ച് മുമ്പോട്ട് പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരു അഭിഷേകത്തിന്റെ ആമേൻ കൈമാറ്റം ഇന്ന് രാത്രി നിന്റെ മേൽ വീഴും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. 12 പേരാ ആമേൻ ആ പടകിലുള്ളത്. 11 പേരും പടകിലിരുന്ന് നോക്കുകയാ പത്രോസിനെ. ആമേൻ. പത്രോസ് ആമേൻ പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കലേക്ക് ആമേൻ വെള്ളത്തിന്റെ മീതെ കാലെടുത്ത് വെച്ച് നടക്കുകയാ. ഇതല്ലേ അത്ഭുതം? ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ആമേൻ നീ ആമേൻ ഒരു അത്ഭുതമായി ആമേൻ നിന്നെ നോക്കുന്നവർക്ക് കാണത്തക്ക വിധത്തിൽ നീ വിശ്വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം, ആമേൻ കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുമ്പോ ആമേൻ ആമേൻ ഇന്നലെ വരെ നടക്കാത്തത് നടന്നു തുടങ്ങും, ഇന്നലെ വരെ സാധിക്കാത്തത് സാധിച്ചു തുടങ്ങും. ഇന്ന് രാത്രി ആ കർത്താവിങ്കലേക്കൊന്ന് ആമേൻ അടുക്കുവാൻ തയ്യാറാകുക. ആമേൻ. പ്രതികൂലം നിന്നെ മുക്കുവാനല്ല, പ്രതിസന്ധി നിന്നെ തകർക്കുവാനല്ല, നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ച അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ നിന്നിലൂടെ നിന്റെ സഹോദരങ്ങൾ കാണുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, നിന്നെ തുറിച്ചു നോക്കുന്നവർ കാണത്തക്ക വിധത്തിൽ ഒരു ദൈവ പ്രവൃത്തി വിശ്വസിക്കുന്ന നിന്നിലൂടെ
വെളിപ്പെടുത്തുവാൻ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അത് വെള്ളത്തിൽ താണുപോയ പത്രോസിനെ കുറിച്ച് ആമേൻ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ നടുവിൽ ആമേൻ നിൽക്കുന്ന യേശുവിനെ ആമേൻ അതെ വിശ്വസിച്ച ആമേൻ ആ മുഖത്തേക്ക് നോക്കി ആമേൻ കാല് വെച്ചപ്പോ ആ വെള്ളത്തിന്റെ മീതെ പത്രോസ് നടന്നു. ഇതാ അത്ഭുതം, ഇതാ അത്ഭുതം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒരു അത്ഭുതമായി മാറുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരഭിഷേകത്തിന്റെ കൈമാറ്റം. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കണ്ണുകൾ യേശുവിൽ പതിഞ്ഞാൽ വിശ്വാസം വളരും, വിശ്വാസം വളരും. ഇന്ന് പലരും പ്രശ്നങ്ങൾ മാത്രമാണ് കാണുന്നത്. ഹല്ലേലൂയ. അതേ കടം കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എന്താ കാണുന്നത്? ഹൈലൈറ്റ് ആയിട്ട് കടമാണ്, കടമാണ്. ഹല്ലേലൂയ. ഓ രോഗം കാണുന്നു. ഹല്ലേലൂയ. ഒറ്റപ്പെടൽ കാണുന്നു, നിരാശ കാണുന്നു. ആരോ പറയുന്നു എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ആരോ പറയുന്നു കടമാണ്. ആരോ പറയുന്നു രോഗമാണ്. ആരോ പറയുന്നു നിരാശയാണ്. ആമേൻ. നീ നോക്കുമ്പോൾ കാണുന്നത് കടം. ഹല്ലേലൂയ. നീ നോക്കുമ്പോൾ കാണുന്നു രോഗം. നീ നോക്കുമ്പോൾ കാണുന്നു നിരാശ. ഓ പലപ്പോഴും ഒറ്റപ്പെടുന്നു, പലപ്പോഴും ഏകനായി ഇരിക്കേണ്ടി വരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നീ പ്രശ്നത്തെയാണോ നോക്കുന്നത്, അതോ പ്രശ്നത്തിന് മേൽ അധികാരമുള്ള യേശുവിനെയോ? ഓ ഹല്ലേലൂയ. നീ ആരെയാണ് നോക്കുന്നത്? ഹല്ലേലൂയ. നീ ആരെയാണ് കാണുന്നത്? പ്രശ്നത്തെയാണോ അതോ പ്രശ്നത്തിന് മേൽ അധികാരമുള്ള യേശുവിനെയോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കണ്ട ആമേൻ മനുഷ്യൻ സ്തെഫാനോസ് ഹല്ലേലൂയ ആദ്യം കണ്ടത് ദൈവത്തിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തെഫാനോസ് ആദ്യം കണ്ടത് ദൈവത്തിന്റെ മഹത്വമാണ്. ആമേൻ. പിന്നീട് യേശുവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്ന ജീവിതം ഒരിക്കലും പഴയതുപോലെ തുടരുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോശ ആമേൻ ആ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവന്റെ മുഖം പ്രകാശിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ആമേൻ ആ രൂപാന്തര മലയിൽ ശിഷ്യന്മാർ അവന്റെ മഹത്വം കണ്ടു. ഹല്ലേലൂയ. സ്തെഫാനോസ് കല്ലെറിയപ്പെടുന്ന സമയത്തും അതേ മഹത്വം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, പുറത്ത് കൊടുങ്കാറ്റുണ്ടായാലും ഉള്ളിൽ ദൈവ മഹത്വം അനുഭവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യേശു ആമേൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ആമേൻ നിൽക്കുന്നു. ഹല്ലേലൂയ. സ്തെഫാനോസ് പറയുന്നു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇത് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ്. മറ്റിടങ്ങളിൽ യേശുവിനെ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനായി കാണുന്നു. എന്നാൽ ഇവിടെ അവൻ നിൽക്കുന്നു. ഹല്ലേലൂയ. ഇത് വിശ്വസ്തനായ തന്റെ സാക്ഷിയെ സ്വീകരിക്കുന്ന രാജാവിന്റെ ചിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ വിശ്വാസത്താൽ ഹല്ലേലൂയ ഉറച്ചു നിൽക്കുമ്പോൾ, അതേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ സത്യത്തിനു വേണ്ടി അവൻ ഒറ്റപ്പെടുമ്പോൾ കർത്താവ് അത് കാണുന്നുണ്ട്. അവൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഭൂമിയിലെ ശബ്ദവും സ്വർഗത്തിലെ ശബ്ദവും ആമേൻ ഭൂമിയിൽ ആളുകൾ ആമേൻ നിലവിളിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ എന്തിനു വേണ്ടി? ആമേൻ സ്തെഫാനോസിനെ ആമേൻ കൊന്നുകളയുവാൻ. ഹല്ലേലൂയ. ആമേൻ അതേ ഭൂമിയിൽ ആളുകൾ ആമേൻ നിലത്ത് കിടക്കുന്ന കല്ലുകൾ ആമേൻ ഉയർത്തുകയായിരുന്നു. എന്തിനു വേണ്ടി? ആമേൻ വിശ്വസ്തതയ്ക്ക് വേണ്ടി, യേശുവിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആയിരിക്കുന്ന സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ഭൂമിയിലെ ആമേൻ ശബ്ദം എന്തായിരുന്നു? ആളുകൾ നിലവിളിക്കുകയായിരുന്നു, കല്ലുകൾ ഉയർത്തുകയായിരുന്നു. കോപം അവർ
അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. ആമേൻ. അവർ കോപം നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. പക്ഷേ സ്വർഗത്തിൽ സമാധാനമുണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകം നിങ്ങളെക്കുറിച്ച് പലതും പറയാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർഗം നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കൂടപ്പറപ്പേ, മാതാവേ, പിതാവേ, നിന്റെ ചുറ്റുപാട് നിൽക്കുന്നവര്, ഭൂമിയിലായിരിക്കുന്നവര് നിന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിന് അല്ല, ആമേൻ, അതിനേക്കാൾ ഉപരി ആമേൻ നിന്നെക്കുറിച്ച്, ഹല്ലേലൂയ, നിന്റെ മക്കളെ കുറിച്ച്, ആമേൻ, നിന്റെ തലമുറകളെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. മനുഷ്യരുടെ വിധിയേക്കാൾ ആമേൻ വലിയതാണ് ദൈവത്തിന്റെ വിധി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആമേൻ ശമരിയക്കാരി സ്ത്രീയെ ആമേൻ ചുറ്റും നിന്നവർ വിധിച്ചപ്പോൾ ആ വിധിയെ കീറിക്കളഞ്ഞിട്ട് ആമേൻ തമ്പുരാൻ, ഹല്ലേലൂയ, അവരെ പോലെ വിധിക്കാതെ തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമാക്കി ആമേൻ അഭിഷേകം ചെയ്തപ്പോൾ ആമേൻ ശമരിയ പട്ടണം യേശുവിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി മനുഷ്യൻ നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന വിധികളെ കീറിക്കളഞ്ഞ് ദൈവിക പദ്ധതിയുടെ ഭാഗമായി അഭിഷേകത്തോടെ പട്ടണത്തെ തിരിക്കുവാൻ, ആത്മാക്കളെ നിത്യതയ്ക്ക് വേണ്ടി തിരിക്കുവാൻ ആമേൻ കഴിയുന്ന ഒരു ആത്മമണ്ഡലത്തിൽ നിന്നെ നിർത്തി ദൈവത്തിന്റെ മഹത്വ നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടത്രേ ആ ശമരിയക്കാരി സ്ത്രീയെ യേശു ആമേൻ അതേ സമീപിച്ച അവളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് ആമേൻ അവളെ ശുദ്ധീകരിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടായ്മയിലേക്ക് അവളെ നയിച്ചത്. ഇന്ന് രാത്രിയിലും അതേ കർത്താവ്, അതേ വചനം ആമേൻ നിന്റെ ജീവിതത്തിൽ നൽകുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ പട്ടണത്തെ ദൈവത്തിങ്കിലേക്ക് ആമേൻ തിരിക്കുവാൻ, ആത്മാക്കളെ നിത്യതയ്ക്ക് വേണ്ടി തിരിക്കുവാൻ, നിന്നെ ഉപയോഗിക്കുവാനാണ്. പരിശുദ്ധാത്മാവ് ആമേൻ വീരുക്കള് ധൈര്യമുള്ള സാക്ഷികളാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തെഫാനോസ് ആമേൻ അതേ ഓടിയില്ല. ആമേൻ ദൈവത്തിന്റെ വിധി പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഭയത്തെ മാറ്റുന്നു. ഹല്ലേലൂയ. അതേ ആത്മാവിൽ നിറഞ്ഞ സ്തെഫാനോസ് ആളുകളുടെ ആരവാരം കണ്ടിട്ട്, അവരുടെ കയ്യിലിരിക്കുന്ന കല്ല് കണ്ടിട്ട് ഭയപ്പെട്ട് പുറകോട്ടോടിയില്ല. അവൻ അതിന്റെ നടുവിൽ നിന്ന് ഉയരത്തിലേക്ക് നോക്കിയപ്പോ അതേ ദൈവത്തിന്റെ ഭാഗത്ത് അവനെ സ്വീകരിപ്പാൻ യേശു എഴുന്നേറ്റ് നിൽക്കുന്നതാ കണ്ടത്. ദൈവത്തിന്റെ ഗ്ലോറിയ അവൻ കണ്ടത്. അതുകൊണ്ട് സ്തെഫാനോസ് ഓടിയില്ല, അവൻ ഒളിച്ചില്ല, വിശ്വാസം ഉപേക്ഷിച്ചില്ല. കാരണം പരിശുദ്ധാത്മാവ് ഭീരുക്കളെ ധൈര്യമുള്ള സാക്ഷികളാക്കുന്നു. ഇന്ന് പലരും അതേ ഭയത്തോടെ ജീവിക്കുന്നു. നാളെ എന്താകും? എന്റെ കുടുംബത്തിന് ആമേൻ എന്താകും? എന്റെ ജീവിതം എവിടെ എത്തും? ഇന്ന് രാത്രിയിലും അപ്രകാരം ചിന്തിക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുന്നു. ആമേൻ നാളെ എന്താകും? നാളെ എന്താകും? എന്റെ ജീവിതം എങ്ങനെ പോയാൽ എവിടെ എത്തും? എന്റെ ആമേൻ കുടുംബത്തിന്റെ സ്ഥിതി എന്താകും? എന്നാൽ ഇന്ന് രാത്രി അങ്ങനെ ചിന്തിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കാണുന്ന ജീവിതം, ക്രിസ്തുവിനെ കാണുന്ന മനുഷ്യൻ പ്രതികാരത്തിൽ ജീവിക്കില്ല, നിരാശയിൽ ജീവിക്കില്ല. അവന്റെ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ജീവിതം ആമേൻ നയിപ്പാൻ ആഗ്രഹിക്കുന്നവർ ആമേൻ ഹല്ലേലൂയ പ്രതികരിച്ചോ. ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആമേൻ ഹല്ലേലൂയ നിറയുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ അതേ മാളിക മുറിക്കകത്ത് കാത്തിരുന്നവരുടെ മേൽ പകരപ്പെട്ട ആത്മാവ് ഹല്ലേലൂയ, ആ ആത്മാവിന്റെ നിറവ് ഹല്ലേലൂയ അതേ സ്തെഫാനോസിനെ ആ പ്രതികൂലത്തിന്റെ നടുവിൽ ആമേൻ നിർത്തിയെങ്കിൽ ഇന്ന് രാത്രിയോ നിനക്കെതിരെ ആമേൻ ആരൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇറക്കി വിട്ടാലും അതിന്റെ മുമ്പിൽ തകർന്നു പോകാതെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു അഭിഷേകം ചില ജീവിതങ്ങളുടെ മേൽ ഇന്ന് രാത്രി പകരുന്ന രാത്രിയാ. ഓ ഷാരാഖാപാപ ശാന്തേരേഖേ, ഓ ഷാരഗബബബബ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ.
നിരാശയിൽ ജീവിക്കില്ല, പ്രതികാരത്തിൽ ജീവിക്കില്ല. അവന്റെ ജീവിതം പ്രത്യാശയുടെ ജീവിതമാകും, പരിശുദ്ധിയുടെ ജീവിതമാകും, സ്നേഹത്തിന്റെ ജീവിതമാകും. ഇതാണ് ദൈവം സഭയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഈ രാത്രിയിൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കൂ. ആമേൻ. എൻ്റെ കണ്ണുകൾ ലോകത്തിനല്ല, യേശുവിനായിരിക്കും. ആമേൻ. ജീവിതത്തിൽ എത്ര കല്ലുകൾ വന്നാലും, എത്ര എതിർപ്പുകൾ വന്നാലും, എത്ര കണ്ണുനീർ വന്നാലും ഞാൻ യേശുവിനെ പിന്തുടരും. പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കണമേ. ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഒരു ജീവിതം എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു കൂടുതൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അപ്രകാരമുള്ളൊരു ജീവിതം നയിപ്പാൻ? ഹല്ലേലൂയ. എത്ര പേര് കൊതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലെ ആമേൻ കൂട്ടായ്മയുടെ സമാപനത്തിലേക്ക് ആമേൻ നാം എത്തുകയാണ്. അതിനു മുമ്പ് ആമേൻ ഒരു വേദഭാഗം കൂടെ വായിക്കാം. ആമേൻ. അതേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ 7-ാം അധ്യായം അതിൻ്റെ 57, ആമേൻ 58, 59, 60 വാക്യങ്ങൾ. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്നും തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കയ്യിൽ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്നേഹവാനെ വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. അവനെ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതോ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവിക നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി, ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ആമേൻ നിലകൊള്ളുന്ന സ്തേഫാനോസിന് നേരെ എറിയപ്പെട്ട കല്ലുകൾ ആമേൻ അവന്റെ ശരീരത്തിൽ വീണു. അവന്റെ ശരീരം ആ കൽക്കൂമ്പാരത്തിനകത്ത് മൂടപ്പെട്ടു. അവൻ അവിടെ വീഴുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ അവന്റെ വിശ്വാസം വീണില്ല. വേണമെങ്കിൽ യേശുവിനെ തള്ളി പറഞ്ഞിട്ട്, പ്രസംഗം നിർത്തിയിട്ട്, വിശ്വാസം ഉപേക്ഷിച്ചിട്ട് സ്തേഫാനോസിന് ഓടാമായിരുന്നു. ഇനി പ്രാർത്ഥനയും വേണ്ട, കൂട്ടായ്മയും വേണ്ട, ആരാധനയും വേണ്ട, കുടുംബവും വേണ്ട, ബന്ധവും വേണ്ട, സ്വന്തവും വേണ്ട എന്ന് തീരുമാനിക്കാമായിരുന്നു. ആളുകൾ ശബ്ദകോലാഹലമുണ്ടാക്കി സ്തേഫാനോസിന് ചുറ്റും നിന്ന് കല്ലുകൾ എടുത്ത് എറിയുന്ന കല്ലുകൾ അവന്റെ ശരീരത്തിൽ വന്ന് പതിക്കുമ്പോഴും ആ കൽക്കൂമ്പാരത്തിനകത്ത് അവൻ അകപ്പെട്ടപ്പോഴും വിശ്വാസം ത്യജിച്ചില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തേഫാനോസിന്റെ ശരീരത്തിന്മേൽ കല്ലുകൾ വീണു. പക്ഷേ അവന്റെ ഹൃദയത്തിലെ യേശുവിന് ആരുമേ എടുത്തു കളഞ്ഞില്ല. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു അവന്റെ അകത്ത് വസിക്കുന്നു. ആ ക്രിസ്തുവിനെ ആർക്കും എടുത്തു കളയുവാൻ സാധിച്ചില്ല. ലോകത്തിന് ശരീരത്തെ മുറിപ്പെടുത്താം. ഹല്ലേലൂയ. നിന്റെ പേരിനെ അപമാനിക്കാം, നിന്റെ സ്വത്ത് നഷ്ടപ്പെടുത്താം. എന്നാൽ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തെ ഒരു ശക്തിക്കും തോൽപ്പിക്കാനാവില്ല. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ
പിന്നീട് ആത്മാവിനാൽ എഴുതിയത് മരണത്തിനോ ജീവനോ സൃഷ്ടിയിലുള്ള മറ്റൊന്നിനോ നമ്മെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും വേർപെടുത്തുവാൻ കഴിയുകയില്ല. Praise the Lord. ക്രിസ്തുവിന്റെ സ്വഭാവം സ്തെഫാനോസിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അവസാന നിമിഷത്തിൽ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരോട് കണക്കിടരുതേ. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആമേൻ കുരിശിനെ, ആമേൻ അതെ ആ യേശുവിനെ ഓർമ്മ വരുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി അത്ഭുതങ്ങൾ മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ്. ഇന്ന് രാത്രി ആ ദൂത സ്വീകരിക്കുന്നവർ ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നമ്മെ വേദനിപ്പിച്ചവരെ, നമ്മെ കുറ്റം പറഞ്ഞവരെ ഹല്ലേലൂയ കാണുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയാ? സ്തോത്രം. പ്രിയരെ, സ്തെഫാനോസിന്റെ മനോഭാവം യേശുവിന്റെ മനോഭാവമായിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ മനോഭാവം സർവശക്തനായ ദൈവത്തിന്റെ മനോഭാവമായിരുന്നു. പാപം ചെയ്ത ദൈവ തേജസ്സില്ലാതായ ആദമിൽ നിന്നും ഹവയിൽ നിന്നും ഉണ്ടായ തലമുറ നശിച്ചു പോകാതിരിപ്പാൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ആമേൻ തന്റെ പുത്രനെ യാഗമാക്കി. ആമേൻ അതേ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ സ്നേഹിച്ച ആമേൻ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആ ക്ഷമയുടെ പ്രകടനമാണ് യേശുവിലൂടെ ആമേൻ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതേ ഭാവമാണ്, അതേ സ്വഭാവമാണ് സ്തെഫാനോസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയരെ, വേദനിപ്പിച്ചവരെ കാണുമ്പോൾ അവരോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം ആമേൻ നമുക്കുണ്ടോ? ഹല്ലേലൂയ. നമ്മെ തള്ളിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന മനസ്സുണ്ടോ? സ്തോത്രം. അതാണ് ക്രിസ്തുവിന്റെ ജീവിതം. സ്തെഫാനോസ് അവിടെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി വഹിക്കുകയാണ്. ഒരു മരണം, എന്നാൽ അനേകം ആമേൻ ജീവിതങ്ങൾ സ്തെഫാനോസിന്റെ ആമേൻ ആ സമർപ്പണത്തിലൂടെ നിത്യജീവനിലേക്ക് ആമേൻ വരുവാനിടയായി. ഹല്ലേലൂയ. സ്തെഫാനോസിന്റെ മരണം ഒരു അവസാനമായിരുന്നില്ല, അതൊരു പുതിയ തുടക്കമായിരുന്നു. അവിടെ നിന്നുകൊണ്ടിരുന്ന ഒരു യുവാവിന്റെ പേര് ഹല്ലേലൂയ ശൗൽ എന്ന് നാം അറിയപ്പെടുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. ഈ ക്രൂര കൃത്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് പിന്നീട് ദൈവം അവനെ വിളിച്ചു. ഹല്ലേലൂയ. ചില കുറ്റകൃത്യങ്ങൾക്ക് ആമേൻ അതേ സാക്ഷ്യം വഹിക്കേണ്ടി വന്നവർ, ചില കുറ്റകൃത്യങ്ങൾ ചെയ്തവർ പിൻകാലത്ത് അവർ ദൈവത്തിനു വേണ്ടി ആമേൻ പ്രയോജനപ്പെടുന്നവരായി മനസാന്തരപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ
ഒരു സ്തേഫാനോസിന്റെ സമർപ്പണം മുഖാന്തരമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ സമർപ്പിക്കപ്പെടുന്ന ആമേൻ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്ന നിന്റെ ജീവിതം കൊണ്ട് ആമേൻ ചില ശൗലുമാർ പൗലോസുമാരായി മാറുവാനിടയാകും. ഇന്ന് രാത്രി ആ ദൂത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ശൗലിനെ ദൈവം വിളിച്ചു, അവൻ ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങളുടെ വിശ്വസ്തത ഇന്ന് ആരെയെങ്കിലും ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാൻ ഇടയാകും. നിങ്ങളുടെ പ്രാർത്ഥന ഒരു തലമുറയെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ ഇടയാകും. നിങ്ങളുടെ കണ്ണുനീർ വെറുതെയാകില്ല. ഇന്നത്തെ സഭയോടുള്ള ദൈവത്തിന്റെ ആലോചന, കർത്താവ് ഇന്ന് സഭയോട് ചോദിക്കുന്നു, നീ എന്നെ പിന്തുടരാൻ തയ്യാറാണോ? ഇന്ന് പല സഭകളും അവരുടേതാകുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ, പല സഭകളിലും ആമേൻ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ഇന്ന് രാത്രി സഭയോട് കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ പിന്തുടരാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രമല്ല, പരീക്ഷ വരുമ്പോഴും എതിർപ്പ് വരുമ്പോഴും ആമേൻ ലോകം പരിഹസിക്കുമ്പോഴും യേശുവിനെ സ്നേഹിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. കാരണം യഥാർത്ഥ ശിഷ്യത്വം സൗകര്യത്തിന്റെ വഴിയല്ല, സമർപ്പണത്തിന്റെ വഴിയാണ്. ഹല്ലേലൂയ. രക്ഷയിലേക്കുള്ള ആമേൻ ആഹ്വാനം ഇന്ന് രാത്രി ആമേൻ ചില കാതുകളിൽ മുഴങ്ങട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുന്നവരിൽ ചിലർ ആദ്യമായി യേശുവിനെ കുറിച്ച് കേൾക്കുന്നവരായിരിക്കാം, ചിലർ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരിക്കാം, ചിലർ വർഷങ്ങളായി ഒരു ശൂന്യതയുമായി ജീവിക്കുകയാണ്. ഇന്ന് യേശു നിങ്ങളെ വിളിക്കുന്നു. അവൻ നിങ്ങളുടെ ഭൂതകാലം ചോദിക്കുന്നില്ല, അവൻ നിങ്ങളുടെ ഹൃദയമാണ് അന്വേഷിക്കുന്നത്. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം അവനിലേക്ക് ഒന്ന് സമർപ്പിക്കുവാനിടയാകും. നിങ്ങളിപ്പോൾ തന്നെ അവനിലേക്ക് തിരികെ വരൂ. അവൻ നിങ്ങളെ ശക്തീകരിക്കും, അവൻ നിങ്ങളെ ബലപ്പെടുത്തും, അവൻ നിങ്ങളെ സ്വീകരിക്കും, അവൻ നമ്മോട് ക്ഷമിക്കും. കാരണം യേശു ക്രിസ്തുവാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ. അവനിലൂടെ അല്ലാതെ നിത്യജീവനിലേക്കുള്ള മറ്റൊരു വഴിയില്ല പ്രിയരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അനേക ഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ചില തലമുറകളെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. തകർന്ന ഹൃദയങ്ങൾ സൗഖ്യം പ്രാപിക്കും. ഇന്ന് രാത്രി ആത്മാവിൽ ചിലരോട് ഞാൻ പ്രവചിക്കുകയാണ്, തകർന്ന ഹൃദയങ്ങൾ സൗഖ്യം പ്രാപിക്കും. നിരാശയ്ക്ക് പകരം പ്രത്യാശ വരും, 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 വരും. ഓ ഹല്ലേലൂയ. ഭയത്തിന് പകരം വിശ്വാസം വരും. വീണ്ടും പ്രാർത്ഥന നിങ്ങളുടെ വീടുകളിൽ ഉയരും. നിങ്ങളുടെ മക്കൾ ദൈവത്തെ സ്നേഹിക്കുന്ന തലമുറയായി വളരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. മനുഷ്യൻ നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഇന്ന് രാത്രി അതേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഉപയോഗിക്കും. പ്രിയരെ, ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടുന്നതാണ്. ഇന്ന് രാത്രി യഥാർത്ഥമായ ആ
വെളിപ്പാട് ആമേൻ പത്രോസ് പ്രാപിച്ചതുപോലെ ആമേൻ ചില ജീവിതങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ നിങ്ങളെ കാണുമ്പോൾ യേശുവിനെ കാണട്ടെ. നിങ്ങളുടെ വാക്കുകളിൽ കൃപയുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർ രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും നിത്യജീവനിലേക്കും വരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടാകാം. എന്റെ ജീവിതം ഇങ്ങനെ പോകരുത്, എനിക്കൊരു പുതിയ തുടക്കം വേണം എന്നൊരാഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ വിളിയാണ്. യേശു ക്രിസ്തു ഇന്ന് കൈകൾ നീട്ടി നിങ്ങളെ വിളിക്കുന്നു. അവൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ പഴയ കാലത്തെ പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ഭൂതകാലത്തെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങൾക്ക് പുതിയ ജീവിതം നൽകാനാണ്. കുരിശിൽ അവൻ മരിച്ചത് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾക്ക് പുതിയ ജീവിതവും നിത്യജീവനും ആമേൻ ലഭിക്കേണ്ടതിന് വേണ്ടിയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഹൃദയം തുറന്ന് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ എന്നോടൊപ്പം ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. സ്നേഹമുള്ള യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എന്റെ പാപങ്ങൾ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഉപേക്ഷിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. കുരിശിൽ എനിക്ക് വേണ്ടി മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ അങ്ങേ എന്റെ കർത്താവും എന്റെ രക്ഷകനുമായും ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. എന്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നെ നിറയ്ക്കണമേ. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഹൃദയം എനിക്ക് നൽകണമേ. പാപത്തെ വെറുത്ത് വിശുദ്ധിയിൽ നടക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്റെ ജീവിതത്തിലൂടെ ക്രിസ്തു വെളിപ്പെടട്ടെ. എന്റെ കുടുംബം അങ്ങയിലേക്ക് വരട്ടെ. എന്റെ മക്കൾ അങ്ങയെ സ്നേഹിക്കുന്ന തലമുറയായി വളരട്ടെ. എന്റെ ജീവിതം അനേക ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന സാക്ഷ്യമായി മാറട്ടെ. അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കൃപ തരണമേ. ഇന്ന് നിങ്ങൾ ഈ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആരംഭിച്ചിരിക്കുന്നു. ദിവസവും വചനം വായിക്കൂ, പ്രാർത്ഥിക്കൂ. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസ സഭയിൽ കൂട്ടായ്മയിലേക്ക് പോകൂ. കർത്താവിനെ മുറുകെ പിടിക്കൂ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ കൈവിടുകയില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാകയാൽ അത് ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ചില തലമുറകളെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്.
ഈ ലൈവിൽ പങ്കെടുത്ത ഓരോരുത്തരോടും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശാന്തമായി ഇടപെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ ദൈവം സ്പർശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചിതറിക്കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങൾ ചേർന്ന് വരുവാൻ ഇടയാകുകയാണ്. ചില മാതാപിതാക്കളുടെ കണ്ണുനീർ സാക്ഷ്യമായി മാറാൻ പോകുകയാണ്. സഭയിൽ വെറുതെ ഇരിക്കുന്നവരാകാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരായി ആമേൻ ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ആമേൻ എഴുന്നേൽപ്പിക്കുകയാണ്. ദേശത്ത് ആത്മീയ ഉണർവുണ്ടാകുക, സഭയ്ക്കുള്ളിൽ വിശുദ്ധി ആമേൻ മടങ്ങി വരികയാണ്. സുവിശേഷം ശക്തിയോടെ പ്രസംഗിക്കപ്പെടും. ബന്ധിക്കപ്പെട്ട ആത്മാക്കൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാശരായവർ പ്രത്യാശ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിൽ കഴിയുന്നവർ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് ആമേൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും നിത്യജീവനിലേക്കും നയിക്കുന്ന പാത്രങ്ങളായി ആമേൻ ചിലരെ ദൈവം ആമേൻ എഴുന്നേൽപ്പിക്കുകയാ, രൂപപ്പെടുത്തുകയാ, പണിതുകൊണ്ടിരിക്കുകയാ. എന്നെ ഉപയോഗിക്കണമേ. എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു കർത്താവിന് നാമത്തിൽ അർപ്പിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനം ആമേൻ ഇവിടെ ആമേൻ ആശീർവാദം പറഞ്ഞ് ആമേൻ അവസാനിപ്പിച്ച് ആമേൻ പിരിയല്ല. ആമേൻ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ആ വചനത്തിന്റെ ശക്തി ആമേൻ അലയടിച്ച നിങ്ങളുടെ റൂമിനകത്ത് ആമേൻ നിങ്ങളെ ഉറങ്ങാൻ കടന്നാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ആമേൻ അതേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെ നിയോഗിച്ച് ആമേൻ അതേ ദേശത്ത് ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ ആമേൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓടുവാൻ തക്കവണ്ണം നിങ്ങളുടെ കാലുകളെ ശക്തീകരിക്കുക, നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ പുറത്തെടുക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ അതിനായി സമർപ്പിക്കപ്പെടും. പ്രശ്നങ്ങൾ കാണുമ്പോൾ പിന്തിരിയുന്നവരായിട്ടല്ല, പ്രശ്നങ്ങളെ കാണുമ്പോൾ ഓടിപ്പോകുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. ആ പത്രോസിനെ പോലെ വിശ്വാസത്തോടെ ആമേൻ ആ പ്രശ്നത്തിന്റെ മീതെ ചവിട്ടി നടക്കുവാൻ, ആ പ്രതികൂലത്തിന്റെ മീതെ ചവിട്ടി നടക്കുവാൻ കാലുകളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ അഭിഷേകം വിശ്വസിക്കുന്ന ജീവിതങ്ങളെ ഇന്ന് രാത്രി അതെ വീണുകൊണ്ടിരിക്കുന്നു. സ്വീകരിച്ചോ, പ്രാപിച്ചോ. ഇന്ന് രാത്രി ചില പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് നിന്റെ സമയമാണ്, ഇത് നിന്റെ ടൈമാണ്. ഈ പ്രതികൂലത്തിൽ ആമേൻ കരകയറുവാൻ, ആമേൻ ചെങ്കടലിനെ മറികടക്കുവാൻ, യോർദാനെ വിഭജിക്കുവാൻ ഒരു അധികാരത്തിന്റെ കൈമാറ്റം, ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം. ഓ
ഓ ഷാരാ കാഫാ റാഖാ ബാനാ സെരെ കെനെ ജൂഡാ ബാനാ ശാന്തൽ ഖനാ ദിഗൽ ഖമനഗസി. ആമേൻ. ഒരു ശൗല പൗലോസായി മാറുവാൻ ഒരു സ്തെഫാനോസിന്റെ സമർപ്പണം ഹല്ലേലൂയ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി ആമേൻ സമർപ്പിക്കപ്പെടുന്ന നീ മൂലം, ആമേൻ വിശ്വസിക്കുന്ന നീ മൂലം, പ്രാർത്ഥിക്കുന്ന നീ മൂലം നിന്റെ ഭവനത്തിന്റെ ആമേൻ ആമേൻ സ്ഥിതി മാറുകയാണ്. നിന്റെ പട്ടണത്തിന്റെ സ്ഥിതി മാറുകയാണ്. ആമേൻ. നിന്റെ സഭയുടെ ചരിത്രം മാറുകയാണ്. സമർപ്പിക്കപ്പെടുന്നോറും ചില വെല്ലുവിളികൾ, ആമേൻ, ചില ഗർജിക്കുന്ന സിംഹം പോലെ ആമേൻ കോപത്തോടെ ആമേൻ അടുത്ത് വരുന്നെങ്കിൽ ആമേൻ കയ്യിൽ കല്ലുവേന്തി ആമേൻ ഹല്ലേലൂയ പാപിനിയായ സ്ത്രീയെ ഓടിച്ചതുപോലെ ഓടിക്കാൻ വരുന്നെങ്കിൽ ഹല്ലേലൂയ വിധിയെ തിരുത്തി ആമേൻ ദൈവിക പദ്ധതിയുടെ ഭാഗമായി നിൽക്കുവാൻ ശക്തീകരിച്ച കർത്താവ് ഇന്ന് രാത്രി ചിലരെ ശക്തീകരിക്കുന്നു, ചിലരെ ബലപ്പെടുത്തുന്നു. ചിലർക്കായി സ്വർഗം തുറക്കുന്നു. യെസ് ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുന്നു, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലയോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത്, ചില ജീവിതങ്ങൾക്കകത്ത് ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ ഇതാ മഹത്വം വെളിപ്പെടുകയാ, ഗ്ലോറി വെളിപ്പെടുകയാ. പട്ടണങ്ങളുടെ വാതിൽ തുറക്കപ്പെടുകയാ, രാജ്യങ്ങളുടെ വാതിൽ തുറക്കപ്പെടുകയാ. ഓ ഹല്ലേലൂയ. അടയപ്പെട്ട മേഖലകളെ നോക്കി വീരുക്കളായി അയ്യോ ഞാൻ പോകുന്നിടത്തെന്നും ആമേൻ എനിക്ക് ഉറയ്ക്കുവാൻ കഴിയുന്നില്ല. ഇന്നലകളുടെ അനുഭവം അതായിരുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കാൽ വെക്കുന്നവർ അനുഗ്രഹിക്കപ്പെടൂ, നീ തൊടുന്നത് അനുഗ്രഹിക്കപ്പെടൂ, നീ അകത്ത് വരുമ്പോഴും നീ പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടൂ. ഹല്ലേലൂയ. അനുഗ്രഹം അനുഭവിപ്പാൻ ആമേൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നീ അനുഗ്രഹിക്കപ്പെടൂ. നീ അനേകർക്ക് അനുഗ്രഹമായിരിക്കും. നീ വായ്പ വാങ്ങുകയില്ല, നീ അനേകർക്ക് വായ്പ കൊടുക്കുന്നവനായി മാറും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുവാൻ പറയുന്നു, നിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. ആമേൻ. നീ വിശ്വസ്തനായിരുന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ. ഇന്ന് രാത്രി ചിലത് നിന്റെ കരത്തിൽ ദൈവം തരുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ ചിലരെ നോക്കി പ്രവചിക്കുവാൻ പറയുന്നു, ശൂന്യമായ പടകിനെ നിറച്ച കർത്താവ് ഇന്ന് രാത്രി ആമേൻ നിന്റെ ശൂന്യതയെ മാറ്റി ഒരു നിറവിന്റെ അനുഭവം ആമേൻ നൽകുവാൻ. ആമേൻ. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിന് വിധാരകനാക്കുന്ന ദൈവം. ഓ ഹല്ലേലൂയ. മനുഷ്യൻ പുറമെ നോക്കുമ്പോ ഹൃദയത്തിന്റെ ആമേൻ അകത്തെ നോക്കുന്ന കർത്താവ്. ഓ ഷാരാഖാപാപാ ഷാൽഖമനാതിഗൽ ഖമനഗദര ജൂഡാബന ശാന്തരേഖനെ ജൂഡാബന ഹദുരി ദിഗൽ ഖമാരവ ഓ റീഖാപാപാപാപാ ജൂഡാബന ശാന്തരാധന റീഗൽ ഖമനഗദരഗസി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ 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 ആത്മാവിന്റെ ഇരട്ടി പങ്കു ചോദിച്ച ആമേൻ എലീശയ്ക്ക് ആമേൻ അത് പ്രാപിക്കുവാൻ ആമേൻ ഇടയായി തീർന്നതിന്റെ ആമേൻ രഹസ്യം എന്താണെന്നറിയാമോ? നീ ചോദിച്ചത് എളുപ്പമുള്ള കാര്യമാ, പക്ഷെ അത് പ്രാപിക്കണമെങ്കിൽ ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏകാഗ്രതയോടെ ആമേൻ, ഏകാഗ്രതയോടെ ഹല്ലേലൂയ, ഏകാഗ്രതയോടെ ആമേൻ നീ ചോദിച്ചത് പ്രാപിക്കുവാൻ ഓ മടുത്തു പോകാതെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ നീ ചോദിച്ചത് നീ പ്രാപിക്കും, പ്രാപിക്കും, പ്രാപിക്കും. ഇന്ന് രാത്രി ആമേൻ കരഞ്ഞവരോട് പറയാ, പ്രാർത്ഥിച്ചവരോട് പറയാ, ഉപവസിച്ചവരോട് പറയാ, നിന്റെ ഏകാഗ്രതയെ, നിന്റെ തീരുമാനത്തെ, നിന്റെ സമർപ്പണത്തെ തെറ്റിക്കുന്നതിന്റെ പുറകെ പോകാതെ ഓ ആമേൻ അതിന്റെ പുറകെ പോയി സമയം കളയാതെ ആമേൻ ചോദിച്ചത് പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. ആ ദൈവമുഖത്തേക്ക് ഓ കണ്ണുകളെ ഉയർത്തിക്കേ. ആ ഇരിക്കുന്ന ഇരിപ്പിൽ
ആമേൻ. ചിലത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. അപ്പാ യേശുവേ ഒന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. ഓ സൗഖ്യം വ്യാപരിക്കുന്നു, വിടുതൽ വ്യാപരിക്കുന്നു. യെസ്. ഓ അന്യഭാഷകളിൽ ആമേൻ ദൈവത്തെ സ്തുതിച്ചാട്ട്, അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട് ഇന്ന് രാത്രി ആമേൻ വിടുതൽ ആമേൻ സംഭവിക്കുന്നു, സൗഖ്യം വ്യാപരിക്കുന്നു. ഓ മഹത്വം ഇറങ്ങുന്നു. ഹല്ലേലൂയ. സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശു ഇതാ സ്തെഫാനോസിന് വേണ്ടി എഴുന്നേൽക്കുന്നു. യഹോവ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോ. ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് ശത്രുവായി നിൽക്കുന്നവർ, ഓ അന്ധകാര മണ്ഡലങ്ങൾ തകരുകയാ. നിനക്കെതിരെ വാദിക്കുന്നവരോട് വാദിക്ക. ഇന്ന് രാത്രി അവൻ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാ. ഓ ആമേൻ. ഹല്ലേലൂയ. ചിലരൊക്കെ പറയാറുണ്ട് ആമേൻ, ഈ കഴിഞ്ഞ വെക്കേഷനില് ആമേൻ ചില കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു ആമേൻ ബോറടിക്കുന്നു, വെളിയിലോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങണം. ഹല്ലേലൂയ. ആമേൻ. വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ആമേൻ. മൊബൈൽ നോക്കി ബോറടിക്കുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നീ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ബോറടിക്കുന്നെങ്കിൽ, ആരാധനയ്ക്കിരുന്ന് ബോറടിക്കുന്നെങ്കിൽ അതിനർത്ഥം ആമേൻ നിന്റെ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ലെന്ന്. ആമേൻ. കൽക്കൂപ്പാരത്തിനകത്തകപ്പെട്ട ആമേൻ സ്തെഫാനോസ് പറഞ്ഞില്ല എനിക്ക് ബോറടിക്കുന്നെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ആരാധന നിനക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ആമേൻ നിന്റെ ഹൃദയം ആമേൻ അതേ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ കൊടുത്തിട്ടില്ല. ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിന്റെ അകത്ത് ഉണ്ടെങ്കിൽ ഇത് ബോറടിയല്ല. ആമേൻ. ഇത് ആനന്ദമാണ്. ആമേൻ. ഇത് സന്തോഷമാണ്. ഓ യൂഡാ ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഒന്ന് നീട്ടി വിളിച്ചേ. വ്യർത്ഥമായി വിളിച്ചതുപോലെ യേശുവേ എന്ന് വിളിച്ചേ. ആ വിളി കേട്ട് യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഓ വ്യർത്ഥമായി പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം, കാഴ്ച പ്രാപിക്കണം. ആമേൻ. അവൻ ചോദിച്ചത് കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് വിളിക്ക, ഒന്ന് വിളിക. ഓ നിന്റെ വിളി കേട്ട് ഇറങ്ങി വന്ന് അവൻ നിന്നോട് ചോദിക്കുമ്പോ നീ പറ, നീ പറ. ആമേൻ. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ഓ കഴിയുന്നവന്റെ ആത്മാവ് ഇന്ന് രാത്രി ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ കൊടിയ കാറ്റടിക്കുന്നത് പോലെ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ, ഓ മാളിക മുറി ഓ ഇരുന്നവരുടെ മേൽ പതിഞ്ഞതുപോലെ ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ മേൽ പതിയ. ചിതറിക്കിടക്കുന്ന അത്തിക്കൂപ്പാരങ്ങള് ജീവിപ്പിക്കുമാറാക്കിയ യഹോവയുടെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ അതേ വ്യാപരിക്കുന്നു, ചില തലമുറകളുടെ മേൽ വ്യാപരിക്കുന്നു. Hallelujah. Hallelujah. ആമേൻ. കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധത്തിൽ ആമേൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ആമേൻ. ചില ജീവിതങ്ങളുടെ മുമ്പിൽ, ചില ആമേൻ കുടുംബങ്ങളുടെ മുമ്പിൽ, ആമേൻ അതേ കല്ലറയുടെ മുമ്പിൽ നിന്ന് ആമേൻ യേശു ലാസറേ എന്ന് വിളിച്ചപ്പോൾ ലാസർ എഴുന്നേറ്റ് വന്നതുപോലെ ആമേൻ ഒരു അധികാരം ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിന്റെ മേൽ ഒരു അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്വർഗം തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തെഫാനോസിനു വേണ്ടി സ്വർഗം തുറന്നു. ഓ ദൈവപുത്രനായ യേശുവിന് വേണ്ടി സ്വർഗം തുറന്നു. ഇന്ന് രാത്രി ആമേൻ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കണമെങ്കിൽ ഓ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നതുപോലെ
ആർക്കു വേണ്ടിയാ സ്വർഗം തുറക്കുന്നതെന്ന് അറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള മനോഭാവമുള്ളവർക്ക് വേണ്ടി. ആമേൻ. സഹായിക്കുന്നവരെ സഹായിക്കുന്നവരും പ്രതികാരം ചെയ്യുന്നവരോട് പ്രതികരിക്കുന്നവർക്ക് വേണ്ടിയല്ല സ്വർഗം തുറക്കുന്നത്. ഇന്ന് രാത്രി ആമേൻ, ആമേൻ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാ ഇവരോട് ക്ഷമിക്കണമേ. ഓ ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. ക്ഷമിക്കാൻ മനസ്സുള്ള നിനക്ക് വേണ്ടി, ക്ഷമിക്കാൻ മനസ്സുള്ള നിനക്ക് വേണ്ടി ആമേൻ, ആരും തുറക്കാത്ത വാതിൽ സ്വർഗം തുറക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് പ്രതികരിച്ചോ. ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാ. ഹല്ലേലൂയ. സ്വർഗം തുറന്നു, സ്വർഗം തുറന്നു. ആർക്കു വേണ്ടി? ആമേൻ, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ തയ്യാറായി. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. ആമേൻ. ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ആമേൻ. സ്വയം താഴാമോ? ഓ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ആമേൻ, ഒന്ന് വിനയപ്പെടാമെങ്കിൽ, ഒന്ന് താഴാമെങ്കിൽ, ആമേൻ, സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും. പുരാതന സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗാദി സ്വർഗം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കപ്പെടും. നിന്റെ ഞെരുക്കം മാറും. ഓ, നിനക്ക് വിശാലത ഉണ്ടാകും. ഇന്ന് രാത്രി ആരും അടയ്ക്കാതെ കണ്ട് തുറക്കുന്നവൻ, ആരും അടയ്ക്കാതെ കണ്ട് തുറക്കുന്നവൻ നിനക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുവാൻ ഓ ആഗ്രഹിക്കുന്നു. ഒന്ന് സമർപ്പിക്കപ്പെടാമോ? ഹല്ലേലൂയ. ജൂഡാ ബാബാ ഷാൽക മനഗസിയ രഗബാനഗദരഗദനഗസ് ജൂഡാ ബാബാ റിഖബാന ശാന്തിരേകെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തെഫാനോസ് താഴ്മയുള്ളവനായിരുന്നുവെന്ന് ആമേൻ വെളിപ്പെട്ടത് എപ്പോഴാണെന്നറിയോ? സ്തെഫാനോസിന് വേണ്ടി സ്വർഗം തുറന്നത് എപ്പോഴാണെന്നറിയോ? ആമേൻ. സിംഹാസനത്തിൽ നിന്ന് യേശു ആമേൻ അത് എഴുന്നേറ്റത് എപ്പോഴാണെന്നറിയോ? ആമേൻ. അവന്റെ നേരെ ആമേൻ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പോ ആമേൻ അവന്റെ വായ് ആമേൻ അടച്ചു. ഹല്ലേലൂയ. അവൻ ഹൃദയത്തിൽ സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു. ഓരോ കല്ലുകൾ വീഴുമ്പോഴും ശബ്ദ കോലാഹലങ്ങൾ, ആരവാരങ്ങൾ ആമേൻ ഉയരുമ്പോഴും ആമേൻ അവൻ പ്രതികരിച്ചത് ഇങ്ങനെയാ, സ്തോത്രം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ ആമേൻ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ഭവനത്തിനകത്ത്, സഭയ്ക്കകത്ത്, ചുറ്റുപാടിൽ നിന്ന് ആമേൻ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോ പ്രതികരിക്കരുത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി. ഓ, പ്രതികരിക്കരുത്, പ്രതികരിക്കരുത്. നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരത്രേ യേശു. സ്തെഫാനോസിന് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടിയും അവൻ എഴുന്നേൽക്കും. നിനക്ക് വേണ്ടിയും സ്വർഗം തുറക്കും. ഓ, നിനക്ക് വേണ്ടിയും ആമേൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ അതെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണ ബുദ്ധിമുട്ടുകളെ തീർക്കും. യെസ്, ഹല്ലേലൂയ. ഓ ഷാക ബാബാ രേഖേസേ. ഓ, ഇന്ന് രാത്രി ആമേൻ ചില മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, പക്ഷെ സ്നാനം എന്തിനാന്ന് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ആരോ പറഞ്ഞു അങ്ങ് സ്നാനപ്പെട്ടു. ആമേൻ. സ്നാനം ശരിയാകാനിട്ടല്ല, സ്നാനപ്പെട്ടത് ശരിയാകാൻ. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടത്. പക്ഷേ സ്നാനപ്പെട്ടത് എന്തിനാണെന്നുള്ള അറിവില്ല. ആമേൻ. സ്നാനപ്പെട്ടതിന് ശേഷവും പഴയ ജീവിതം, പഴയ സംസാരം, പഴയ ജീവിത ശൈലി. അതുകൊണ്ട് ആമേൻ ദൈവനാമം മഹത്വപ്പെടുന്നില്ല. ഇന്ന് രാത്രി ആമേൻ ഒന്ന് ആമേൻ ഏറ്റുപറയ, ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ. വ്യർത്ഥമായുടെ നിലവിളി കേട്ട കർത്താവ്, വ്യർത്ഥമായോട് കരുണ കാണിച്ച കർത്താവ് ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് കരുണ കാണിക്കുവാൻ പോകുകയാണ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ആമേൻ. യെശയ്യാവ് ആമേൻ അതരം ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ അഗ്നിനാമായി അതരങ്ങളിലൂടെ പ്രവചന ശബ്ദം ആമേൻ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്നലെ വരെ കുറ്റം പറഞ്ഞ നാവ്, ഇന്നലെ വരെ കുറവ് ചൂണ്ടിക്കാട്ടി നാവ്, ആമേൻ ഹല്ലേലൂയ, ആമേൻ ദൈവത്തിങ്കിലേക്ക് ചിലരെ തിരിക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം സംഭവിച്ചപ്പോൾ ഇതാ ഹിസ്കിയ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് പറയുക, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം വേഗത്തിൽ ക്രമത്തിലാക്കിക്കൊള്ളുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ശബ്ദമായി കയറിച്ചെന്ന പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുമ്പിലല്ല, ആമേൻ ദൈവിക ആലോചനയുടെ മുമ്പിൽ ആമേൻ രാജാവാണെങ്കിലും ആമേൻ ഹിസ്കിയാവ് കരയാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. വെറുതെ കരയല്ല, മുഖം ചുമരിനോട് തിരിച്ച് ആമേൻ കരയാൻ ഇടയായത്. ഇന്ന് രാത്രി ചിലരുടെ നാവിനെ ദൈവം തൊടുകയാണ്. ആമേൻ. ചിലരെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ഇതിനകത്ത് ഈ ലൈവില് ആമേൻ പങ്കാളികളായിരിക്കുന്ന ചില പ്രവാചകന്മാരുണ്ട്, ചില പ്രവാചികമാരുണ്ട്, ചില അഭിഷക്തന്മാരുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ മുഖം നോക്കാതെ കണ്ട് ആമേൻ ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച് ആമേൻ പറയുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ അതിനായി അഭിഷേകം ചെയ്തിരിക്കുന്നു. പലപ്പോഴും ഹല്ലേലൂയ ആ നിലകളിൽ ആമേൻ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഒതുങ്ങിക്കിടക്കുന്ന മേഖലക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുക, ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുക, ചിലരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുക. ഒന്ന് സമർപ്പിച്ചാട്ട് ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ കണ്ണുകളും ആമേൻ അടച്ച് ആമേൻ ആ ഹൃദയം കൊണ്ട് ശാന്തമായി ദൈവത്തോട് പറ, നിങ്ങളെ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല, പക്ഷെ നിങ്ങളായിരിക്കുന്ന ആ റൂമിനകത്ത് ഇരുന്നു കൊണ്ട് അപ്പാ എന്നെ ഉപയോഗിക്കണമേ, ഞാനിവിടെ ഉണ്ടപ്പാ, എന്റെ കുറവുകളെ ഞാൻ സമ്മതിക്കുന്നപ്പാ, എന്റെ നാവിനെ ശുദ്ധീകരിക്കണമേ, എന്റെ കാതിനെ ശുദ്ധീകരിക്കണമേ, എന്റെ കണ്ണിനെ ശുദ്ധീകരിക്കണമേ, ഈ തലമുറയിൽ എന്നെ ഉപയോഗിക്കണമേ അപ്പാ, എന്നെ ഉപയോഗിക്കണമേ അപ്പാ. യെസ്. ആ ചിലരുടെ നാവിനെ സ്വർഗം തൊടുകയാ, ചിലരുടെ നാവിനെ ദൈവം തൊടുകയാ. ഓ ഓ ഓ ഓ ചിലരെ ദൈവം ശുദ്ധീകരിക്കുക. ഓ ചിലരെ ദൈവം ആമേൻ ആത്മാവിനാൽ നിറയ്ക്കുക, ചിലരെ ദൈവം അഭിഷേകം ചെയ്യുക, ചിലരുടെ മേൽ ദൈവത്തിന്റെ ഭാഷാ വരങ്ങളെ ഓ ഷാന കാമാ നാഥ രാഖ മാന ദേരെ യൂഡ മാന ദാന ദാന അത്തുരി ദിഗൽ കമനക ദരക സംഭവ വൈഡ ദാന. അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യനോടുള്ള സംസാരം കുറച്ചിട്ട് നീ ദൈവത്തോട് സംസാരിക്കാൻ സമയം ആമേൻ കണ്ടെത്തിയ ആമേൻ ഹല്ലേലൂയ. ഓ നീ ആമേൻ ദൈവത്തിന് ഹല്ലേലൂയ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി മാറ്, ഒരു വ്യക്തിയായി മാറ്, ഒരു വ്യക്തിയായി മാറ്. ഇന്ന് രാത്രി ചില തിരിവുകൾ സംഭവിക്കുന്നു. ചില മേൽ മാരി പോലെ ആത്മാവ് പെയ്തിറങ്ങുന്നത് ആത്മീയ ഞാൻ കാണുകയാ. അയ്യോ ഞാനത് അനുഭവിക്കുകയാ. ഇന്ന് രാത്രി ചിലരുടെ മേൽ ആ പുതപ്പ് ഏലീശയുടെ മേൽ വീണതുപോലെ ആമേൻ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ അതെ ചില ഗിഫ്റ്റുകൾ ആമേൻ പകരുകയാ. രാത്രി ആമേൻ ആരും പോകരുതേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ആമേൻ. നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾ നോക്കണ്ട. എല്ലാ കണ്ണുകളും അടച്ച് കണ്ണുകൾ അങ്ങയിലേക്കുയരും, ഇരുളിലും വെളിച്ചമായി അങ്ങ് വഴി നടത്തും. കല്ലുകൾ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കൂടെ നടക്കുന്ന കർത്താവേ കൈവിടുകയില്ല. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ,
ക്രിസ്തുവിൻ രൂപം എന്നിൽ തെളിയണമേ. എൻ ജീവിതം അങ്ങേക്കായി, എൻ ഹൃദയം അങ്ങേക്കായി, എൻ ശ്വാസം അങ്ങേക്കായി, എൻ നാളുകൾ അങ്ങേക്കായി. കുരിശിൻ സ്നേഹം മതിയെന്നെ ജീവിപ്പാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് മതിയെന്നെ നടത്താൻ. പ്രാർത്ഥനയോടെ ശ്രമിക്കാം. രാത്രി പ്രത്യാശയുള്ളവർ യേശുദീതമ്മവേ പായിലേക്കുയരും, ഇരുളിലും വെളിച്ചമായി വഴി നടത്തും. കല്ലുകൾ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കൂടെ നടക്കുന്ന കർത്താവേ കൈവിടുകയില്ലേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ രൂപം എന്നിൽ തെളിയണമേ. എൻ ജീവിതം അങ്ങേക്കായി, എൻ ഹൃദയം അങ്ങേക്കായി, എൻ ശ്വാസം അങ്ങേക്കായി, എൻ നാളുകൾ അങ്ങേക്കായി. നീയേ എൻ നിത്യ പ്രത്യാശ. യേശുവേ കണ്ണുകൾ അങ്ങയിലേക്കുയരുമ്പോൾ, ഇരുളിലും വെളിച്ചമായി വഴി നടത്തും. കല്ലുകൾ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കൂടെ നടക്കുന്ന കർത്താവേ കൈവിടുകയില്ല. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ രൂപം എന്നിൽ തെളിയണമേ. എൻ ജീവിതം അങ്ങേക്കായി, എൻ ഹൃദയം അങ്ങേക്കായി, എൻ ശ്വാസം അങ്ങേക്കായി, എൻ നാടുകൾ അങ്ങേക്കായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
പ്രത്യാശ. Praise the Lord. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ആമേൻ. യേശുവേ നീയാ എൻ ജീവൻ, യേശുവേ നീയാ നിത്യ പ്രത്യാശ. ഹല്ലേലൂയ. ഈ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, മാറാനാഥ, എബെനേസറായി. ദൈവം കൂടെ ഇരിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. കർത്താവ് കൃപ ചെയ്യട്ടെ. നാളെ ശനിയാഴ്ച കാലത്ത് 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് ആമേൻ ഉപവാസ പ്രാർത്ഥനയും ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയും ആരാധനയും ദൈവവചന ധ്യാനവും ഉണ്ടാകുന്നതായിരിക്കും. ആമേൻ. നിങ്ങൾക്ക് സമയവും സന്ദർഭവും സാഹചര്യവും ഉണ്ടെങ്കിൽ ആമേൻ പങ്കാളികളാകാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കാലത്ത് 6:30 ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി അതിരാവിലെ തിരുസന്നിധി ആമേൻ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗിൽ നമുക്ക് കൂടി വരാം. ദൈവം അതുവരെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. God bless you. See you again.